പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമൻ കെ എം എബ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ. ഏപ്രിൽ 11-ാം തീയതി അദ്ദേഹം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരികയുണ്ടായി. അപ്പോൾ പുതിയതായി വന്ന ഒരു കത്തതാണ്, താൻ രാജിവെക്കാനൊന്നും തയ്യാറല്ല, തനിക്കെതിരെ പരാതിക്കാരൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ടൊരു കത്ത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടിലിഴയും എന്നാണ്. മുട്ടിലിഴയും. പിണറായി വിജയൻ കെ എം എബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ഞെട്ടലുകളൊക്കെ എൻ്റെ വീഡിയോ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. സ്വാഭാവികമാണ്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം. അപ്പൊ കെ എം എബ്രഹാമിന്റെ മുന്നിൽ എങ്ങനെയാണ് പിണറായി വിജയൻ മുട്ടിലിഴയുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എൻ്റെ പ്രേക്ഷകർക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കാര്യം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇയാളാണ്. പിണറായി വിജയന്റെ തലച്ചോറായി പോലും നമുക്ക് കെ എം എബ്രഹാമിനെ വേണമെങ്കിൽ കാണാം. അതൊക്കെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എം ശിവശങ്കരനേക്കാൾ സ്വാധീന ശക്തിയുള്ള ആളാണ് കെ എം എബ്രഹാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അദ്ദേഹം ക്യാബിനറ്റ് റാങ്കാണ്. ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഇയാളാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കെ എം എബ്രഹാമിന്റെ മുന്നിൽ മുട്ടിലിഴയും എന്നാണ്. മാത്രമല്ല, വേറൊരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു കാര്യമുണ്ട്. അതും ഞാൻ ആനുഷികമായി വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കെ എം എബ്രഹാം പിണറായി വിജയൻ കെ എം എബ്രഹാമിന്റെ മുട്ടിലിഴയും എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, ലാവലിൻ കേസിൽ കെ എം എബ്രഹാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, ലാവലിൻ കേസ് പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം എന്ന് പറയുന്ന ഇടുക്കിയിലെ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കരാറുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിന് 374.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള 2005 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിനെ തുടർന്നിട്ടാണ് ആ കേസ് ഉത്ഭവിച്ചത് എന്ന് നമുക്കറിയാം. അതിൽ പിന്നീട് 2006-ലോ 2007-ലോ മറ്റോ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് വന്നു. ക്രൈം നന്ദകുമാറാണ് ഹർജി ഫയൽ ചെയ്തത്. അതിനെ തുടർന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് VK ബാലിയും ജസ്റ്റിസ് JB കോശിയും അടങ്ങുന്ന ബെഞ്ചാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് CBI അന്വേഷിച്ചു. പിണറായി വിജയനെ 9-ാം പ്രതിയായി CBI അന്വേഷണത്തിൽ 9-ാം പ്രതിയായി. പിന്നീട് പിണറായി വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം തള്ളിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് CBI കോടതിയിൽ പിണറായി വിജയൻ പോയി. 2013-ൽ ആ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് CBI കോടതി വിധി പ്രഖ്യാപിച്ചു. അതിനെതിരെ CBI അപ്പീൽ കൊടുത്തു. 2017-ൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2017-ൽ വിധി വന്നു. ആ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ CBI 2017-ൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീല് 2025 ആയിട്ടും സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. ഇതാണ് ലാവ്ലിൻ കേസിന്റെ ഒരു ഏകദേശ നാൾ വഴി. സുഹൃത്തുക്കളെ, ഈ ലാവ്ലിൻ കേസുമായി കെ എം എബ്രഹാമിന് എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ലാവ്ലിൻ കേസുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നുള്ളതിന് മറുപടി, ലാവ്ലിൻ കേസിലെ 72-ാമത് സാക്ഷിയാണ് കെ എം എബ്രഹാം എന്നുള്ളത്. വിറ്റ്നസ് 72 കെ എം എബ്രഹാം, ഫോർമർ സെക്രട്ടറി ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് കേരള. അപ്പം 72-ാമത് പ്രോസിക്യൂഷൻ സാക്ഷിയാണ് കെ എം എബ്രഹാം. പ്രോസിക്യൂഷൻ സാക്ഷി എന്ന് പറഞ്ഞാൽ CBIയുടെ സാക്ഷിയാണ് ലാവ്ലിൻ കേസിൽ കെ എം എബ്രഹാം എന്നർത്ഥം. CBIയുടെ സാക്ഷിയാണ് കെ എം എബ്രഹാം എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരായിട്ടാണ് കെ എം എബ്രഹാം CBIക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നാണ് അർത്ഥം. സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലുള്ളത് ഈ ലാവ്ലിൻ കേസിലെ CBI അന്വേഷണ റിപ്പോർട്ടാണ്. RC 07A/2007 എന്ന് പറയുന്ന റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ആ റിപ്പോർട്ടിന് ഏതാണ്ട് 225 പേജുള്ള
റിപ്പോർട്ടാണ് എൻ്റെ കൈവശമുള്ളത്. ആ റിപ്പോർട്ടിലെ 51-ാമത്തെ പേജിൽ 10.2.104 10.2.105 എന്ന് പറഞ്ഞ 2 ഖണ്ഡികകളുണ്ട്. 2 ഖണ്ഡിക. ആ 2 ഖണ്ഡികകളിലാണ് ഡോക്ടർ KM എബ്രഹാം പിണറായി വിജയനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. ആർക്ക്? CBIക്ക്. ആ മൊഴി 2 പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഡോക്ടർ എബ്രഹാം IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ who served as Secretary Finance for about 6 years during the period September 1996 to September 2002. അതായത് സെപ്റ്റംബർ 1996 മുതൽ സെപ്റ്റംബർ 2002 വരെ ഡോക്ടർ KM എബ്രഹാം IAS അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിലും അദ്ദേഹം സെക്രട്ടറി ഫിനാൻസ് ആയിട്ട് 6 വർഷം ഈ സെപ്റ്റംബർ 1996 മുതൽ സെപ്റ്റംബർ 2002 വരെ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഗേവ് എവിഡൻസ് to the effect that wide GO 20/2098 state government indirectly guarantees the loan amount for the Export Development Corporation availed by KSEB. അതായത് KSEB എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡയിൽ നിന്ന് എടുത്ത ലോൺ എമൗണ്ടിന് സംസ്ഥാന ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് ഗ്യാരണ്ടി നിൽക്കും എന്ന് അദ്ദേഹം മൊഴി കൊടുത്തു. അടുത്ത സെൻസ് എന്താ? ഇൻ കേസ് KSEB ഫെയിൽസ് ടു റീപേ ദ ലോൺ എമൗണ്ട് ടു EDC കാനഡ. അതായത് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡയ്ക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ KSEB ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വൈഡ് earlier orders, അതായത് 20/98 എന്ന് പറഞ്ഞ ഓർഡർ പ്രകാരം the guarantor government of India Kerala will have to make the payment to EDC Canada. അപ്പൊ KM എബ്രഹാം കൊടുത്ത മൊഴി എന്താ? എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ള ലോൺ തുക ഏതെങ്കിലും സാഹചര്യത്തിൽ സംസ്ഥാന വിദ്യുത് ശക്തി ബോർഡ് കൊടുക്കാൻ പരാജയപ്പെട്ടാൽ ആ പണം സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത വാചകം കേട്ടോ. നൗ ദ കൺസോർഷ്യം ഓഫ് ബാങ്ക്സ് ഹെഡഡ് ബൈ SBI is the guarantor who will make good the loan amount in case of KSEB. Whereas the banks get the right to claim the amount from state government since state government is the guarantor to the banks. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ KSEB ലോൺ കൊടുക്കാതിരുന്നാൽ അത് SBIയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യം കൊടുക്കും. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ KSEB ആ പണം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ബാങ്കുകൾക്ക് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ആ പണം ഈടാക്കാം. പണം കൊടുത്ത മൊഴിയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ദ സെയിം എഫക്ട് ഓഫ് സ്റ്റാൻഡിങ് ആസ് ഗ്യാരണ്ടിയർ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു EDC കാനഡ. അതായത് പരോക്ഷമായി എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കാനഡയിലുള്ള ഈ സ്ഥാപനത്തിന്റെ ഒരു ഗ്യാരണ്ടറായി സംസ്ഥാന സർക്കാർ വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മൊഴി അവസാനിപ്പിക്കുന്നത് ബൈ ദിസ് the instructions dated 27/4/1998 of Government of India were bypassed wide this GO number 2098 dated 4/7/98. അതായത് 27/4/1998 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് വിദേശ കടം തരുന്നവർക്ക് ലോണിന് ഗ്യാരണ്ടർ ആവാൻ പാടില്ല. അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ 27/4/98 ഉത്തരവിൽ പറയുന്നത്. അത് ഇഷ്യൂ ചെയ്തത് JS മാഥൂർ, അഡീഷണൽ സെക്രട്ടറി ബഡ്ജറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. അയാള് അന്ന് വൈദ്യുതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ മോഹനേന്ദ്രൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾക്ക് അയച്ച കത്താണ്. അതിൽ പറയുന്നത് വിദേശ വായ്പയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകാൻ പാടില്ല.
അതാണ് 27/4/1998 ഉത്തരവ്. ആ ഉത്തരവിന്റെ ലംഘനമാണ് ജിയോ നമ്പർ 20/98 ഡേറ്റഡ് 4/7/98 എന്നാണ് കെ.എം. എബ്രഹാം പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ഈ പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം പദ്ധതിക്ക് കാനഡ EDC കാനഡയിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് 27/4/98 കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കെ.എം. എബ്രഹാം CBIക്ക് കൊടുത്ത പിണറായി വിജയനെതിരായിട്ടുള്ള മൊഴിയിൽ ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് എന്താണ്? 10.2/105. Abraham also gave evidence to the effect that before finalizing any loan agreement by KSEB with any foreign financial institutions, Export Development Corporation Canada, Finance Department of Government of Kerala ought to have been consulted. Also, before finalizing the terms of the KSEB, approval of the government has to be obtained. അതായത് പ്രയർ അപ്രൂവൽ. രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങളാണ് കെ.എം. എബ്രഹാം അടുത്ത് പറയുന്നത്. എന്താണ്? സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏതെങ്കിലും ലോൺ അഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് എന്തെങ്കിലും ലോൺ അഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ, അത് ഈ സാഹചര്യത്തിൽ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാനഡ ഒപ്പുവെച്ചാൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരെ കൺസൾട്ട് ചെയ്തിട്ട് വൈദ്യുതി ബോർഡ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ലോൺ അഗ്രിമെന്റിൽ എത്താൻ പാടുള്ളൂ. അത് ഈ കാര്യത്തിൽ ലാവലിൻ അഗ്രിമെന്റ് കാര്യത്തിൽ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, വൈദ്യുതി ബോർഡ് ഈ ഇത്തരം ലോണുകളുടെ നിബന്ധനകൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദവും പ്രയർ അപ്രൂവലും വാങ്ങേണ്ടതാണ്. അതും വാങ്ങിയിട്ടില്ല. പോരെ? അപ്പോ ഈ ലാവലിൻ അഴിമതി കേസിൽ പിണറായി വിജയനെ മുച്ചൂടും കുരുക്കാൻ കഴിയുന്ന മൊഴി 72ാം സാക്ഷി എന്നുള്ള നിലയിൽ CBIക്ക് കൊടുത്ത ആളാണ് കെ.എം. എബ്രഹാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകുമോ ഇല്ലയോ എന്നുള്ളത് കെ.എം. എബ്രഹാം കൊടുത്ത മൊഴിയാണ് ആശ്രയിച്ച് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയന് കെ.എം. എബ്രഹാമിനെ വെറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ.എം. എബ്രഹാമിന്റെ മുമ്പിൽ പിണറായി വിജയൻ മുട്ടിലിഴയും. അത് ഒന്ന്. രണ്ട്, വേറൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. ഈ CBIയുടെ 66ാം സാക്ഷിയുടെ പേര് ശ്രീ വിനോദ് റായ്, ഫോർമർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള CAG എന്നുള്ളതാണ്. അദ്ദേഹം ആണ് മറ്റൊരു സാക്ഷി. അയാളും ഈ പറഞ്ഞതുപോലെ പല പല പേജുകളിലായി പിണറായി വിജയനെതിരെ CBIക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അയാളുടെ മുന്നിലും ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന് മുട്ടിലെഴേണ്ടി വരും. കാരണം അയാളും 66ാം സാക്ഷിയാണ്. 66ാം സാക്ഷിയായിട്ട് പിണറായി വിജയനെതിരായിട്ട് അയാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അയാളെ കിഫ്ബിയില് ഉന്നത സ്ഥാനത്ത് നിയമിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. കിഫ്ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ FTAC എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്, കിഫ്ബിയിലെ. അതിന്റെ ചെയർമാനായി വിനോദ് റായിയെയും പിണറായി വിജയൻ നിയമിച്ചിട്ടുണ്ട്. അപ്പോ അയാളുടെ മുന്നിലും പിണറായി വിജയന് മുട്ടലേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു പാരിതോഷികം എന്നുള്ള നിലയിൽ അയാളെ കിഫ്ബിയുടെ FTAC എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത്. അയാളും CBI ലാവലിംഗ് കേസിൽ 66ാം സാക്ഷിയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ശ്രീമൻ കെ.എം. എബ്രഹാമിന്റെ മുന്നിൽ പിണറായി വിജയന് മുട്ടിലിഴേണ്ടി വരും എന്ന് ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാൻ കാരണം.